بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بالله وما بعد. ഏറ്റവും സ്നേഹ ആദരവുകൾ നിറഞ്ഞ DKICCയുടെ സംസ്ഥാന പ്രസിഡന്റ് നൗഷാദ് ഉസ്താദ് അവറുകൾ, സിദ്ദീഖ് ഉസ്താദ് അവറുകൾ, അസ്ലം മൗലവി, ബാദുഷാ മൗലവി, ഹലീം മൗലവി അടക്കമുള്ള, മുജീബ് മന്നാനി അടക്കമുള്ള പ്രിയപ്പെട്ട ഉലമാക്കൾ, ഷഹാബുദ്ദീൻ മൗലവി അടക്കം, മറ്റ് ചെറിയ ഒരു നോട്ടീസ് കാണുമ്പോൾ തന്നെ ഓടിയെത്തിയ എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെയും വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ചെറിയ പറയാം. ലോകപ്രശസ്തനായ ഒരു മോട്ടിവേറ്റർ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കഥയാണ്. ഒരു സാധുവായ ചെരുപ്പ് കുത്തി, ആ ചെരുപ്പ് കുത്തി ചെരുപ്പ് തുന്നിക്കിട്ടുന്ന കുറഞ്ഞ നാണയത്തൊട്ടുകൾ കൊണ്ട് ജീവിതത്തെ നയിക്കുന്ന ഒരു ചെരുപ്പ് കുത്തി. അയാളുടെ നാട്ടിൽ ചില സമയത്ത് വല്ലാതെ തണുപ്പിടിഞ്ഞമാകുമ്പോൾ ആ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാനുള്ള കമ്പിളി പുതപ്പില്ലാതെ വല്ലാതെ വീർപ്പുമുട്ടുന്നൊരു ദുരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ കുറെ നാളത്തെ ചെരുപ്പ് തുന്നിയ ചെറിയ നാണയത്തൊട്ടുകൾ കൂട്ടിവെച്ച് ഒരു തുകയാകുമ്പോൾ ഒരു ദിവസം അദ്ദേഹം ആ തുകയുമായി കമ്പോളത്തിലിട്ടു. നേരെ കമ്പോളത്തിൽ ചെന്നു. എല്ലാ കടകളിലും കയറി കമ്പിളിപ്പുതപ്പിന് വില പറയുമ്പോഴൊക്കെയും ഇദ്ദേഹത്തിന്റെ കയ്യിൽ സമാഹരിച്ചു വെച്ച ആ പൈസ, ഈ കമ്പിളിപ്പുതപ്പ് വാങ്ങാനുള്ള പകുതി പൈസ പോലും ആയിട്ടില്ല എന്നറിയുമ്പോൾ കമ്പിളിപ്പുതപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ ഭാര്യ, തണുത്ത് വിറച്ചു പോകുന്ന, വിറങ്ങലിച്ചു പോകുന്ന ആ ദുരവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാനൊരു മാർഗം എൻ്റെ ഭർത്താവ് ഒരു പുതപ്പുമായി മടങ്ങി വരുമല്ലോ എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു അവസ്ഥയും വിഷമൊക്കെ മനസ്സിൽ കരുതി സഹിക്കാൻ കഴിയാതെ, ഇനി എന്നാണ് എനിക്കൊരു പുതപ്പ് വാങ്ങാൻ പറയാ എന്നുള്ള അതിൻ്റെ ഒരു വാശിയും ദുർവാശിയും ഒക്കെ കൂടി തൊട്ടടുത്തൊരു മദ്യഷാപ്പിൽ കയറി വയറ് നിറയെ കള്ള് മോന്തിയിട്ട് ഇദ്ദേഹം വീട്ടിലോട്ട് മുടക്കുക. ജീവിതം നശിച്ചുപോയ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച കാര്യം നടക്കാതെ വന്ന ആ ഒരു വീർപ്പുമുട്ടൽ നിരാശയോടെ മദ്യപിച്ച് അദ്ദേഹം വീട്ടിലോട്ട് പോകുമ്പോൾ നടന്നു വരുന്നതായ ഒരു വയലിന്റെ സൈഡ് കപ്പേളയുടെ ഭാഗത്ത് ഒരു ചെറിയൊരു ഞരങ്ങൽ കേൾക്കും. അദ്ദേഹം നോക്കുമ്പോ ഒടുതുണിയൊന്നുമില്ലാതെ ഒരു ചെറുപ്പക്കാരൻ ആ കപ്പാളയുടെ ഭാഗത്ത് കിടന്ന് ഞരങ്ങുകയാണ്. തണുപ്പ് കൊണ്ട് വീർപ്പുമുട്ടുന്നു, വല്ലാതെ ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇദ്ദേഹം കാണാത്തത് പോലെ കടന്നുപോയെങ്കിലും ഒരു മനുഷ്യന്റെ വേദനയാണല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് ആ മനുഷ്യനെ കൈപിടിച്ചെഴുന്നേപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ പുറത്തിട്ടിരുന്ന ചെറിയ ഒരു കട്ടി കുറഞ്ഞ പുതപ്പ് അദ്ദേഹത്തിന് ഉടുതുണിയായി കൊടുത്തു. അദ്ദേഹത്തിന് വിശന്ന് വലയുന്നു, എന്തെങ്കിലും തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അയാളുടെ കയ്യും പിടിച്ച് നേരെ വീട്ടിലോട്ട് വരും. വീട്ടിലോട്ട് വന്ന് വാതിൽ മുട്ടിയപ്പോൾ ഭാര്യ തുറന്നു നോക്കുമ്പോൾ മറ്റൊരു യാചകനും കൂടി ആ അവസ്ഥ അറിയാൻ ലഭിച്ചക്കാരനെ പോലെ കീറിപ്പറഞ്ഞ തുണിയുമായി, ക്ഷയിച്ച ശരീരവുമായി, അഴുക്ക് പുരണ്ട ശരീരവുമായി ആ മനുഷ്യൻ കൂടെയുണ്ട്. ഭാര്യ പെട്ടെന്ന് ശകാരിക്കാൻ തുടങ്ങി. ഇവിടെയോ കഴിക്കാനൊന്നുമില്ല, ഭക്ഷണം പോലും കഴിക്കാതെ കാത്തു സൂക്ഷിച്ച പൈസയുമാണ് നിങ്ങൾ കൊണ്ടുപോയത്. നമുക്ക് പോലും ഭക്ഷണം കഴിക്കാൻ തികയാത്തിടത്ത് ഒരു തിണ്ടിയെയും വിളിച്ചുകൊണ്ട് നിങ്ങൾ വന്നല്ലോ എന്ന് പറഞ്ഞ ഭർത്താവിനെ ഒരുപാട് ശകാരിച്ചു. ഈ മനുഷ്യൻ ഒരക്ഷരം മിണ്ടാതെ നോക്കുന്നു. എങ്കിലും കുറെയൊക്കെ കഴിഞ്ഞപ്പോ ആ പെണ്ണകത്ത് പോയി ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് ആകപ്പാടുള്ള ചെറിയ കുറച്ച് ഭക്ഷണത്തിൽ നിന്ന് അല്പം രണ്ടുപേർക്ക് പോലും കഴിക്കാൻ പറ്റില്ല, എങ്കിലും അയാളെ കൂടെ വിളിക്ക് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പാപം തോന്നിയിട്ട് അയാൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. അദ്ദേഹം വയറ് നിറച്ച് ആകാംക്ഷയോടെ ആർത്തിയോടെ ഭക്ഷണം കഴിച്ചിട്ട് ആ പെണ്ണിന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അതുവരെ അദ്ദേഹം ചിരിച്ചിട്ടില്ല, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. പെണ്ണിന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ചെരുപ്പ് കുത്തിയുടെ കൂടെ അദ്ദേഹം എല്ലാ പണികളും നോക്കി പഠിച്ച് ആ ചെരുപ്പ് തുന്നൽ എന്ന് പറയുന്ന
പണിയിൽ നല്ല വിദഗ്ധനായി വലിയ മാഹിറായി മാറി. അദ്ദേഹത്തിന്റെ കരവിരുതിൽ ചെരുപ്പ് തുന്നലിൽ ഒരുപാട് അത്ഭുതങ്ങൾ തുറക്കാൻ തുടങ്ങി. അങ്ങനെ നല്ല ഫേമസ് ആയി ഈ മനുഷ്യൻ അറിയപ്പെടുമ്പോ ആ നാട്ടിലെ പ്രഭു ഇയാളുടെ വീട്ടിൽ ഒരു ദിവസം രാവിലെ ഡോറിൽ വന്ന് കൊട്ടുമ്പോ ഡോർ തുറക്കുമ്പോ നാട്ടിലെ പ്രഭുവാണ്. തുറന്നു. കൂടെ പാറാവുകാരുണ്ട്, സേവകരൊക്കെ ഉണ്ട്, പട്ടാളക്കാരൊക്കെ ഉണ്ട്, കാവൽക്കാരുണ്ട്. പെട്ടെന്ന് പറഞ്ഞു, ഒരു പൊതി എടുത്തുകൊണ്ട് ചെരുപ്പ് കുത്തിയുടെ കയ്യിൽ കൊടുത്തു. എനിക്ക് ഇത് ഞാൻ ജർമ്മനി പോയപ്പോ കൊണ്ടുവന്ന വലിയ വില കൂടിയ 20 പൗണ്ട് ഞാൻ കൊടുത്തുകൊണ്ട് വാങ്ങിയ വലിയ വില കൂടിയ തോലിന്റെ കഷ്ണമാണ്. എനിക്ക് നല്ല വില പിടിപ്പുള്ള ഒരു ഷൂ തയ്ക്കണമെന്ന് പറയാം. ഈ നമ്മുടെ കഥാപാത്രമായ ഒന്നും വേണ്ടാത്ത മനുഷ്യനെ അദ്ദേഹത്തിന്റെ ജോലിക്കാരനല്ലോ വിളിച്ചു വരുത്തി. അയാള് കടന്നു വരുമ്പോ ഇയാളിങ്ങനെ എന്റെ ചെരുപ്പിന്റെ അളവ് ഇന്നത് ചെയ്ത് തയ്ക്കണം, എന്റെ കോലത്തിലാവണം, ഏറ്റവും മുന്തിയ ഇനമായിരിക്കണം എന്നൊക്കെ വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും ഇദ്ദേഹം ഈ പ്രഭുവിനെയല്ല നോക്കണേ, പ്രഭുവിന്റെ പുറകു സൈഡിൽ ഇങ്ങനെ പിന്നാലെ നോക്കിക്കൊണ്ടിരിക്കുക. പ്രഭുവിനെ ദേശം പറഞ്ഞു, ഞാൻ 2 ദിവസം കഴിയുമ്പോൾ വരും. എന്റെ കാലിന് പാകമാകാത്ത ആ ഷൂവിന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ നിന്റെ തലയായിരിക്കും, ജീവനായിരിക്കും നഷ്ടപ്പെടുക എന്ന് താക്കീത് ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ പിന്നാലെ നോക്കി, പ്രഭുവിന്റെ പിന്നാലെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. രണ്ടാമത്തെ പുഞ്ചിരി അല്ലേ, ഓർമ്മണ്ടോ? 2 പ്രാവശ്യം പുഞ്ചിരിച്ചു, രണ്ടാമതും പുഞ്ചിരിച്ചു. മൂന്നാമത് 2 ദിവസം കൂടി കഴിയുമ്പോ ഈ പ്രഭു വന്ന് വീടിന്റെ മുന്നിൽ വന്ന് കൊട്ടി നോക്കുക, ഷൂ വാങ്ങാൻ വേണ്ടി. ഷൂ വാങ്ങാൻ വേണ്ടി വരുമ്പോ ഇദ്ദേഹം ഇയാളെ വിളിച്ച് ഷൂ എവിടെ കൊണ്ടുപോവാ. അയാൾ നോക്കുമ്പോ ഷൂ അല്ല തുന്നി വെച്ചിരിക്കുന്ന, സാധാ ആളുകൾ ധരിക്കുന്ന 2 വാറുള്ള ചെരുപ്പുകൾ തുന്നി വെച്ചിരിക്കുക. നോക്കുമ്പോ പട്ടാളക്കാരാ, പ്രഭു എന്തായാലും ഇല്ല. അപ്പൊ പട്ടാളക്കാരൻ ആവശ്യപ്പെട്ടത്, നിങ്ങൾ എനിക്ക് തരേണ്ടത് ഷൂ അല്ല, മറിച്ച് ആ പ്രഭു ഇവിടുന്ന് പോയി കഴിയുമ്പോ മരണപ്പെട്ടു പോയ കാരണം ആ മയ്യത്തിനെ അണിയിച്ചൊരുക്കുമ്പോ അദ്ദേഹത്തിന് മരിച്ച ആൾക്ക് മയ്യത്തിന് ധരിക്കാനുള്ള സാധാ ചെരുപ്പുണ്ട് നാട്ടിലെ ശീലം, ആ ചെരുപ്പാണ് വേണ്ടത്. ഇദ്ദേഹം കറക്റ്റ് ആ ചെരുപ്പ് കൊണ്ടു കൊടുത്തു. അത് വാങ്ങി ആ പട്ടാളക്കാരൻ പോയി. ഈ വീട്ടുകാർക്കൊന്നും മനസ്സിലായില്ല. കുറച്ചു കഴിയുമ്പോ ഒരു സ്ത്രീയും 2 കുട്ടികളുമായി കടന്നു വന്നു. ആ കുട്ടികളിൽ 2 പേരും വികലാംഗരാണ്. ഈ സ്ത്രീ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഒരു ഉമ്മയുടെ എല്ലാവിധ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഭാഗത്തോട്ട് കൊണ്ടുവന്ന് 2 പേർക്കും ഷൂ തയ്ക്കണമെന്ന് പറഞ്ഞു. അതിന്റെ അളവൊക്കെ എടുത്തിട്ട് ആ സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ടും ഈ മനുഷ്യൻ മൂന്നാമത്തെ പുഞ്ചിരി ആ സ്ത്രീയുടെ മുഖത്ത് നോക്കിയും ഈ മനുഷ്യനൊന്ന് പുഞ്ചിരിച്ചു. വീട്ടുകാർക്കൊന്നും മനസ്സിലായില്ല. ആ ഷൂ എല്ലാം തച്ച് കയ്യിൽ കൊടുത്തു. പിറ്റേ ദിവസമായപ്പോ ഈ വേലക്കാരൻ ആ ഓണറോട് പറഞ്ഞു, ഒറിജിനൽ ചെരുപ്പ് കുത്തിയോട് പറഞ്ഞു, ഞാൻ ഇന്ന് യാത്ര പറയുകയാണ്, നിങ്ങളെ വിട്ട് ഞാൻ പോവുകയാണ്. അപ്പോ അയാൾക്ക് അത്ഭുതമായി. ഇയാള് വന്നിട്ട് ഒരക്ഷരം മിണ്ടിയിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ല, ഏത് നാട്ടുകാരനാന്ന് പറഞ്ഞിട്ടില്ല, ഒരു വിഷയത്തിലും ഇടപെട്ടിട്ടില്ല, ഒന്നിലും അഭിപ്രായം പറഞ്ഞിട്ടില്ല. ആകെയുള്ളത് 3 ചിരികളാണ്. ഇവിടെയൊക്കെ ആദ്യം അവർ ഭക്ഷണം വിളമ്പിക്കൊടുത്തപ്പോ ചിരിച്ചു. രണ്ടാമത് പ്രഭു ചെരുപ്പ് തയ്ക്കാൻ വരുമ്പോ പ്രഭുവിന്റെ പിന്നിലോട്ട് നോക്കി ചിരിച്ചു. മൂന്നാമത് ഈ സ്ത്രീ 2 കുട്ടികളെ കൊണ്ടുവരുമ്പോ അവരെ നോക്കി ചിരിച്ചു. ഈ 3 ചിരിയുടെ കാരണം എന്താണ് എന്ന് പറഞ്ഞിട്ട് പോകുമോ എന്ന് ഈ മനുഷ്യനോട് ആവശ്യപ്പെടുമ്പോ ആ മനുഷ്യൻ അവരോട് പറഞ്ഞ മറുപടി, ഞാനൊരു മലക്കാണ്, ഞാനൊരു മാലാഖയാണ്. അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾ എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ സമീപസ്ഥനായ മാലാഖമാരിൽ ഒരാളാണ് ഞാൻ. ഒരു ദിവസം ഈ ദുനിയാവിലോട്ട് ചില ആളുകളുടെ റൂഹ് പിടിക്കാൻ വേണ്ടി ഞാൻ വരുമ്പോ
റൂഹ് പിടിക്കാൻ വേണ്ടി ഞാൻ വരുമ്പോ അയാളുടെ കുഞ്ഞു മക്കൾ കയ്യിലേന്തിക്കൊണ്ട് ഭാര്യ നിലവിളിച്ചുകൊണ്ട് കരയുമായിരുന്നു. എന്ത് നിങ്ങൾ എന്റെ ഭർത്താവിനെ, ഇയാള് പോയാൽ നോക്കാൻ ആരുമില്ല, ഈ മക്കള് അനാഥരാകും, പട്ടിണി കിടന്ന് ചത്തുപോകും. ഇത് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ തോന്നിയ ഒരു അലിവ് കൊണ്ട് ഞാൻ റൂഹ് പിടിക്കാതെ ദൈവത്തിന്റെ അടുത്ത് തിരിച്ചു പോകുമ്പോ ദൈവം എന്നെ ശാസിച്ചു, നീ പറഞ്ഞത് ചെയ്യലാണ് ഒരു മലക്കിന്റെ പണി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ശപിക്കുന്ന സന്ദർഭം, എന്റെ 2 ചിറകുകളും മറ്റ് ഞാൻ ഭൂമിയിൽ നിങ്ങളാ കണ്ട കപ്പേളയുടെ മധ്യത്തിൽ ചിറകരിഞ്ഞുകൊണ്ട് വീഴുകയായിരുന്നു ഞാൻ എന്ന് ആ മലക്ക് മറുപടി പറയുമോ? എന്നിട്ട് പറഞ്ഞു, ഞാൻ ചിരിക്കാനുള്ള കാരണം, ഞാൻ എന്നെ കൊണ്ടുവരുമ്പോ ഈ വീട്ടിൽ തന്നെ വേണ്ടുവോളം ദാരിദ്ര്യമുണ്ട്. പക്ഷെ ആ ദാരിദ്ര്യത്തിനിടയിൽ നിങ്ങൾ എന്നെ ക്ഷണിച്ചുകൊണ്ടുവരുന്ന സന്ദർഭത്തിൽ ആ സമയം നിങ്ങളുടെ ഭാര്യ ഒരുപാട് ശകാരിച്ചു, എന്നെ എതിർത്തു, എന്നെ അടിച്ചടിക്കാൻ പറഞ്ഞു, സ്ഥലമില്ലെന്ന് പറഞ്ഞു. ഇതെല്ലാമാണെങ്കിലും അവസാനം അവിടെ മനസ്സലിഞ്ഞിട്ട് എനിക്ക് ഒരിക്കൽ ഭക്ഷണം വിളമ്പിയപ്പോ എന്റെ മനസ്സിൽ എനിക്ക് മനസ്സിലായി, ഈ ദുനിയാവിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് നമ്മൾ കരുതി കൂട്ടുന്നത് പോലെയല്ല, നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നത് പോലെയല്ല, നമ്മൾ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നത്, മറിച്ച് ചില ആളുകളുടെ ഉള്ളിൽ ചില ദയാവായ്പകൾ ഉള്ളത് കൊണ്ടാണ് ഇന്നെനിക്ക് ഭക്ഷണം കിട്ടിയത്. അതുപോലെ ചില മനുഷ്യരുടെ ഉള്ളിലുള്ള സ്നേഹവും ദയവും ഉള്ളത് കൊണ്ടാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്നത് എന്നുള്ള ഒരു സത്യം എനിക്ക് മനസ്സിലായി. വാക്ക് ധിക്കരിച്ചപ്പോ പഠിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലോട്ട് പറഞ്ഞു വിട്ടത്. ആ ഒരു വസ്തുത എനിക്ക് മനസ്സിലായി. രണ്ടാമത് പ്രഭു വന്നു, ചെരുപ്പ് തയ്ക്കാൻ പറഞ്ഞു, അളവെടുക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ പ്രഭു ഇങ്ങനെ ആക്രോശിക്കുവാണ്, നീ ചെരുപ്പ് വായി നോക്കി നിൽക്കണ്ട, എന്റെ ചെരുപ്പ് കാലിനെങ്ങാനും കണക്കായില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. ഇങ്ങനെ വെറുതെ തട്ടിക്കയറി ചൂടായി വെപ്രാളപ്പെട്ട് അദ്ദേഹം എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുവാണ്. അപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കാനുള്ള മലക്കുകൾ എന്റെ കൂട്ടുകാരെ ഞാൻ കണ്ടു. ഞാൻ അവരെ നോക്കി പുഞ്ചിരിച്ചപ്പോ എന്റെ മനസ്സ് മന്ത്രിച്ചൊരു കാര്യം, മനുഷ്യന്മാർ ഈ ഭൂമിയിൽ അവരുടെ കൺമുന്നിലുള്ള ഓരോന്നും തിരിച്ചറിയാതെ അവർക്ക് തോന്നുമ്പോ തോന്നിയ പോലെ പെരുമാറി അതിനുവേണ്ടി എന്തെല്ലാമോ ബഹളങ്ങളും വെപ്പാളങ്ങളും ഒപ്പാരികളും ഒക്കെയായി അവരിങ്ങനെ ഓടുന്നു. പക്ഷേ നാഥനായ റബ്ബ് അതിന്റെ പിന്നിൽ പലതും തീരുമാനിക്കുന്നു. ചെരുപ്പിന് വേണ്ടി ഇയാൾ വെപ്രാളപ്പെടുന്നു, പടച്ച തമ്പുരാൻ അവനെ മരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അപ്പൊ മനുഷ്യൻ ഈ ദുനിയാവിൽ അലക്കുന്നതും വെപ്രാളപ്പെടുന്നതും കയർക്കുന്നതും ദേഷ്യപ്പെടുന്നതും മറ്റുള്ളവരെ വെറുക്കുന്നതും പിണങ്ങിക്കടിയുന്നതും നിസ്സഹകരണം കാണിക്കുന്നതും ഒക്കെ അവൻ ഈ ദുനിയാവിൽ അവൻ ആവശ്യമായതിനെ അറിയാതെയാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ രണ്ടാമത്തെ ചിരി ചിരിച്ചത്. മൂന്നാമത്തെ ചിരി ആ വരുമ്പോ ഈ 2 കുഞ്ഞുങ്ങളുടെ പിതാവിനെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോ പിതാവിന് ഞാൻ റൂഹ് പിടിച്ചു ഒരു വാഹനാപകടത്തിൽ. രണ്ടാമത് അതിന്റെ മാതാവിനെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോ മാതാവിന്റെ കരച്ചിൽ കാണുമ്പോഴാണ് ആ ഭർത്താവിനെയും ഞാൻ റൂഹ് എടുത്തു. ഇനി ഈ ഭാര്യയെ കൂടെ പിടിച്ചാൽ ഈ മക്കൾക്കാരാ, ആ മക്കളുടെ കരച്ചിൽ കേൾക്കുമ്പോ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് എന്റെ മനസ്സിലൊരു ദയ തോന്നിയിട്ട് ഞാൻ മടങ്ങിപ്പോയത്. അപ്പോ ദൈവം എന്നെ ശിക്ഷിച്ച് ഭൂമിയിലോട്ടിട്ടു. പക്ഷേ ആ സ്ത്രീയെ വേറെ മലക്കുകൾ വന്ന് റൂഹ് പിടിച്ചു. ഈ മക്കളെ നോക്കാൻ ആരുമില്ല. ആ അമ്മ തന്നെ ഈ മക്കളെ വളർത്തിയപ്പോ ഒരുപാട് പട്ടിണിയായിരുന്നു ആ മക്കൾ. ഒരുപാട് ശാരീരികമായി ക്ഷീണത്തോടെയാണ് അവര് വളർന്നത്. പക്ഷെ അയൽവക്കത്തെ വേലക്കാരിയായി പോകുന്ന ഒരു പെണ്ണ് ഈ മക്കളെ ഏറ്റെടുക്കുകയും സ്വന്തം മക്കളെക്കാളേറെ ആ മക്കളെ സ്നേഹിച്ച് ആ അമ്മ കൊടുക്കുന്നേക്കാളും കരുതലോടെ നല്ല രീതിയിൽ ആ മക്കളെ വളർത്തി ചേർത്ത് പിടിച്ചിരിക്കുന്ന പിടി കാണുമ്പോൾ എനിക്ക് മനസ്സിലായി, അല്ലാഹു തമ്പുരാൻ ഈ ദുനിയാവില് പലരുടെയും മനസ്സിൽ റഹ്മത്ത് എന്ന് പറയുന്ന, വാത്സല്യം എന്ന് പറയുന്ന, കരുണയെന്ന് പറയുന്ന, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുന്ന, വേദനകൾ തിരിച്ചറിയുന്ന ഒരു അത്ഭുതമായ ഒരു സ്വഭാവ ഗുണം മനുഷ്യരുടെ മനസ്സിൽ കൊടുത്തത് കൊണ്ടാണ് ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നതെന്നും ഒരാളില്ലാത്തവനായാൽ ഉള്ളവൻ വീതിച്ചിരിക്കുമ്പോഴാണ് ഈ ദുനിയാവിന്റെ നിലനിൽപ്പ് എന്ന്. അതുകൊണ്ട് നമ്മളിനി ആരെ മരിക്കോണവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാലും കൊള്ളാം,
മര്യാദയ്ക്ക് കഴിയണവരെ മരിപ്പിക്കാൻ ശ്രമിച്ചാലും കൊള്ളാം. ഈ ദുനിയാവിൽ പരസ്പര സഹകരണത്തിന് വേണ്ടി വെച്ച അത്ഭുതമായ ഒരു ദയാവായ്പ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നിലനിൽപ്പ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാനിത് പറയുമ്പോ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കി, ഇന്ന് നമ്മൾ DKICCയുടെ അനുഗ്രഹീതമായ നല്ല സുന്ദരമായ ഒരു സ്വീകരണ പരിപാടിയിലാണ്. അൽഹംദുലില്ലാഹ്, ദക്ഷിണ കേരള ജമഇയ്യത്തുൽ ഉലമാ പറയുന്ന വടവൃക്ഷം വല്ലാതെ വളർന്നു പന്തലിച്ച് പരിശുദ്ധമായ ദീനിന്റെ ഒരുപാട് ഖിദ്മത്ത് 7 ജില്ലയിലും, അതുപോലെ 7 ജില്ലകൾ തൃശ്ശൂർ വരെയുള്ള 7 ജില്ലയിലും കേൾക്കാമോ? അപ്പൊ അടുത്തോട്ടുന്നാ മതി. 7 ജില്ലയിലും 7 ജില്ലയിലും 8ാമതൊരു ജില്ലയിൽ ഭാഗികമായിട്ട്, അങ്ങനെ 7 ജില്ലയിലും തൃശ്ശൂർ വരെ ഉള്ള 8ാമത് ജില്ലയുടെ ചെറിയൊരു ഭാഗവും അടക്കം അങ്ങനെയുള്ള ഭാഗത്ത് സുന്ദരമായി സജീവമായി നല്ല ദീനീ പ്രവർത്തനവും ഖിദ്മത്തും കാഴ്ചവെക്കുന്ന ഒരു വടവൃക്ഷമാണ്. പഴയ കാലത്തൊക്കെ തെക്കൻ കേരളത്തിലെ നമ്മുടെ വയോവൃദ്ധരായ പ്രിയപ്പെട്ട ഉലമാക്കൾ, മഹാനായ റയീസുൽ ഉലമാ ശിഹാബുദ്ദീൻ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ മൂസ ഉസ്താദൊക്കെ എപ്പോഴും പറയും, ആ കൊച്ചിനെ അവരെ കൂടെ പോകുന്ന രംഗങ്ങളൊക്കെ, അവരൊക്കെയും വടക്ക് ദീനിൻ്റെ പ്രവർത്തനത്തിന് പോകും. ഇവിടെ അങ്ങനെ ഒരു സംവിധാനമില്ലാത്തത് കൊണ്ട് അങ്ങനെ വടക്ക് ദീനിൻ്റെതായ ഹിദ്മത്തിന് വേണ്ടി, ആ പ്രവർത്തനത്തിന് വേണ്ടി അവർ പോകുന്ന സമയത്ത് അവിടെയുള്ള ഉലമാക്കൾ വടക്കുള്ള സമസ്തയുടെയും EKAP വിഭാഗം, അതുപോലെ സംസ്ഥാന 3 സുന്നികളുടെയും ഒക്കെ നേതാവായ മഹാനായ ഖുത്ബി മുഹമ്മദ് ഉസ്താദ് അവറുകൾ, അള്ളാഹു ദറജ എത്തി കൊടുക്കട്ടെ, സമസ്തയുടെ സ്ഥാപകരിൽപ്പെട്ട മഹാനായ ഖുത്ബി ഉസ്താദ് അടക്കമുള്ള ഉലമാക്കൾ പറഞ്ഞു, തെക്ക് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ. കാരണം അന്നൊക്കെ അറിയാലോ, ഈ അടുത്താണ് നമ്മുടെ പെരുന്നാൾ പോലും അവിടെ കണ്ടാലും ഇവിടെ തീരുമാനിക്കുന്നില്ല. ഈ 2 പെരുന്നാൾ ഈ അടുത്ത് വരെ നമ്മൾ ആഘോഷകരാ. അത്രയ്ക്കും ആ ഒരു ബന്ധമില്ലാതിരുന്ന സമയങ്ങളാണ്. അപ്പോ അവര് പറഞ്ഞു, അവിടെ നിന്ന് വന്ന് പ്രവർത്തനം നടത്തുക എന്നുള്ളത്, ഇവിടുന്ന് ഉലമാക്കൾ അവിടെ വന്ന് ദീനിയ ഖിദ്മത്ത് നടത്തുക എന്നുള്ളത് അത് അപ്രാപ്യമാണ് അന്നത്തെ കാലത്ത്. അപ്പോ നിങ്ങൾ അവിടെ ഇതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കണമെന്ന് പറയുകയും മഹാനായ ഖുത്ബി ഉസ്താദ് ആദ്യമായി ചങ്ങനാശ്ശേരിയിൽ 2 പ്രാവശ്യം മഹാനായ ഖുത്ബി ഉസ്താദ് അവരുകൾ പങ്കെടുത്തിട്ടുണ്ട്. 2ാം ചങ്ങനാശ്ശേരിയിൽ വരികയും അങ്ങനെ അവിടെയൊക്കെ ആശീർവാദത്തോടു കൂടി തുടങ്ങപ്പെട്ട മഹാനായ ശിഹാബുദ്ദീൻ റയീസുൽ ഉലമാ ശിഹാബുദ്ദീൻ ഉസ്താദുകൾ, ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മൾ കരുനാഗപ്പള്ളി ശേഖന്മാരെ പള്ളിയിൽ കയറുമ്പോൾ ആദ്യം കിടക്കുന്ന നല്ല പച്ചപ്പുള്ള ചെറിയൊരു മക്കാമകാണ് മഹാനായ റയീസുൽ ഉലമയുടെ. അവരാണ് ദക്ഷിണയുടെ ആദ്യത്തെ നേതാവ്. അള്ളാഹു അവർക്ക് ദറജ ഏറ്റി കൊടുക്കട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെയും അള്ളാഹു ഇരു വീട്ടിലും വിജയിപ്പിക്കുമാറാകട്ടെ. ആ മഹാനുഭാവനിൽ തുടങ്ങി ഇങ്ങോട്ട് സജീവമായി തെക്കൻ കേരളത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അഹ്ലുസുന്നയുടെ ആശയത്തിൽ സുന്ദരമായി നടന്നു വരുമ്പോൾ, വിദേശങ്ങളിലൊക്കെയും നമുക്ക് സജീവമായ ഇടപെടലുകളോ ഒന്നുമില്ലാതിരിക്കുമ്പോൾ, മറ്റുള്ളവരെ പോലെ തന്നെ നമ്മുടെ ആളുകൾ എന്തിനപ്പോൾ പറയും, ഈ പോസ്റ്റർ കാണുമ്പോൾ പലരും എന്നെ വിളിച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ ഒരു സങ്കേതമില്ലല്ലോ, ഒരു താവളമില്ലല്ലോ നമ്മുടെ തെക്കുള്ള, നമുക്ക് പ്രവർത്തിക്കാൻ ഒരു താവളം വേണമെന്ന് പലരും എന്നോട് പറയുകയും, അങ്ങനെ വന്നെങ്കിൽ അത് വളരെ സന്തോഷമാണ് എന്ന് പറയുകയും, അങ്ങനെയൊക്കെ പലരും ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ അൽഹംദുലില്ലാ പലരും എന്നോട് വിളിച്ചപ്പോഴും ഞാൻ പിന്നെ അങ്ങനെ ഒരു സംവിധാനമുണ്ട്, ചെറിയ സംവിധാനം മുന്നോട്ട് വരണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ വരണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് സ്ത്രീകളും ഒരുപക്ഷെ ഇവിടെ കാണുമായിരുന്നു. കുറഞ്ഞത് 50-ലധികം സ്ത്രീകളിലും ഇവിടെ ഉണ്ടാവുമായിരുന്നു. കാരണം കാരണം അവരെയൊക്കെ ഒരുപാട് ദുആ മജ്‌ലിസ് വരുമ്പോൾ ദുആയിൽ പങ്കെടുക്കാൻ അവരെ ആശിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ സംവിധാനങ്ങളും ഇവിടുത്തെ വിഷയങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു സംവിധാനമൊക്കെ ഇവിടെ ഉണ്ടാവും. അള്ളാഹു അങ്ങനെ ആക്കി തീർക്കട്ടെ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ DKICCക്ക് രൂപം കൊടുക്കുകയും ഇപ്പോൾ ഔഷാദ് ഉസ്താദും സിദ്ദീഖ് ഉസ്താദും മുസ്ലിം ഉസ്താദും ഒക്കെ വളരെ സജീവമായി പ്രത്യേകിച്ചും എടുത്ത് പറയേണ്ടത് നമ്മുടെ ചുങ്കപ്പാറ ഉസ്താദ് PK ഉസ്താദിൻ്റെതായ ആ ഒരു എനർജിയും ഒക്കെ കൂടുമ്പോൾ അൽഹംദുലില്ലാ GCC കൺട്രികളിൽ ഒരുപാട് എല്ലാം മിക്കവാറും ഒക്കെ അല്ലേ ഏകദേശമായി GCC ഏകദേശമായി എല്ലാം ഇങ്ങനെ പിച്ച് കടന്നു വരുവാണ്. ഇപ്പോൾ നമ്മളിവിടെ വന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വരവ് നമ്മൾ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരെ ഒരു 10 പേരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവും കശത്ത് എന്ന് തീരുമാനിച്ച് നമ്മളിപ്പോൾ പോയാൽ നാളെ DKICC എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഞാൻ വരുമ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത് പോലും അറബികൾ പോലും ഇറങ്ങലിച്ചു പോകുമ്പോൾ KMCCയുടെ പ്രവർത്തകരാണ് ശരിക്കു പറഞ്ഞാൽ ദുബായിലും അബുദാബിയിലും ഒക്കെ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തത്.
അതുപോലെ മറ്റൊരു അത്ഭുതമാകാൻ നമുക്ക് കഴിയണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. ദക്ഷിണ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന് വലിയൊരു സൗന്ദര്യമുണ്ട്. ഞാൻ ഭീമാപ്പള്ളി പോലെ ഒരു എല്ലാ സംഘടനകളുമുള്ള ഒരു സ്ഥലത്തൊക്കെ പ്രവർത്തിച്ച് വന്ന ഒരാളായതുകൊണ്ട് അറിയാം, ചില ആൾക്ക് നമ്മുടെ സുന്നത്ത് മാതൃ പ്രസ്ഥാനങ്ങളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെറിയൊരു വെറുപ്പും വിദ്വേഷമൊക്കെ ഉള്ളവരുണ്ട്, ഗൾഫ് കൺട്രീസ് കാണുന്നില്ലെങ്കിലും. പക്ഷെ അതൊന്നുമില്ലാതെ ആർക്കും എപ്പോഴും കൂടിച്ചേരാൻ ഒരു വിധത്തിലുള്ള മത്സര ബുദ്ധി ഇല്ലാതെ, ഒരു വിധത്തിലുള്ള നിസ്സഹകരണമില്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ ബാനറിൽ ഏത് സംഘടനക്കും ഇപ്പം തന്നെ നമ്മൾ ഒരു പൊതുവിഷയം വരുമ്പോൾ സെക്രട്ടേറിയറ്റിൽ ഒരു പരിപാടി വെച്ചാൽ ചിലപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാർ വെക്കും, മറ്റുള്ളവർ വാക്ക് വെച്ചാലും ചില ആൾക്ക് നമുക്കത് കൂടാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു വിഭാഗം വെച്ച കുറച്ച് ദക്ഷിണ വെച്ചാൽ എല്ലാവർക്കും ഒരു മനസ്സോടെ ഒരേ ചിന്തയോടെ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു സുന്ദരമായൊരു പ്ലാറ്റ്ഫോമാണ് നമുക്കുള്ളത്. നമ്മൾ ദക്ഷിണ കേരള ജമീയത്തുൽ ഉലമായി നമ്മുടെ നേതാക്കന്മാർ ഉസ്താദായാലും മൂസ ഉസ്താദായാലും മരണപ്പെട്ടു പോയ ചേലക്കുളം ഉസ്താദായാലും അള്ളാഹു അവർക്കൊക്കെ ദറജ കൊടുക്കട്ടെ. ആ മഹാനുഭാവരൊക്കെയും പറയുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത എന്നാ ഉച്ചരിക്കുക. കാരണം കുത്തുബി ഉസ്താദിന്റെ പാത പിൻപറ്റിയിട്ട് അത് ദക്ഷിണ വന്നത്. അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടും സഹകരണത്തോടും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹു ഇതിനെ ഒരു വടവൃക്ഷമാക്കി ഒരു പക്ഷെ കേരളത്തിനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വളർച്ച അള്ളാഹു ഈ നാട്ടിലെ DKICC പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഉറപ്പായും സംഭവിക്കുമെന്ന് പറയുന്ന ഒരു കാര്യം പറയാൻ പറ്റും. ഒരാൾ ജനിച്ചാൽ ഉറപ്പായും സംഭവിക്കുന്ന ഒരു കാര്യം ഒന്നേ ഉള്ളൂ, അഞ്ചിപ്പാൽ കൊടുക്കലല്ല, മരണമാണ്. അല്ലെ? മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും കടന്നു പോകുമെന്ന് പറയുന്ന ഒരു സംഖ്യ പറയാൻ പറ്റുമോ? മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും എത്തിച്ചേരുന്ന ഒരു സങ്കേതം ഏതെന്ന് പറയാൻ പറ്റുമോ? നരകമാണ്. ഈ നിമിഷം ഞാനോ നിങ്ങളോ ആരെങ്കിലും വഫാത്തായാൽ ഉറപ്പായും കടന്നു ചെല്ലുമെന്ന് പറയാൻ പറ്റുന്ന ഒരു സംഖ്യതയേ ഉള്ളൂ, അത് നരകമാണ്. ജനിക്കുന്നത് മുതലുള്ള പ്രയാണം നമ്മുടെ ഈ പ്രവർത്തനമായിരുന്നാലും നമസ്കാരവും ഹിദമത്തും സഹായവും ഒക്കെ കൊണ്ട് നമ്മൾ ആശിക്കുന്നത് എന്താ? ഈ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ട് നമ്മുടെ പിതാവായ ആദം നബിയുടെ തറവാടാകുന്ന സ്വർഗത്തിൽ നിന്ന് കാലുകുത്താനുള്ള പരിശ്രമത്തിന്റെ ഭാഗങ്ങളാണ് നമ്മുടെ ഈ കൂട്ടായ്മകളൊക്കെ. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. പ്രവാസ ലോകം എന്ന് പറയുന്ന ഒരു അത്ഭുതമാണ്. കാരണം ജീവിതത്തിൽ അള്ളാഹു തമ്പുരാൻ ഭാര്യ തന്ന് മക്കള് തന്ന് ഒരുപാട് സൗകര്യങ്ങൾ എല്ലാരെയും കണ്ടും ചിരിച്ചും തിമിർത്തും ഒക്കെ മടക്കുമ്പോൾ ഇവരാരെയും കാണാതെ ഇവിടെ വന്ന് അല്ലേ, ചില സമയത്തൊക്കെ പ്രത്യേകിച്ചും തമ്മിലൊക്കെ കുറഞ്ഞ ആളുകളാണ് ഭാര്യയുടെ മക്കളെയൊക്കെ ഫോട്ടോ എടുത്ത് മൊബൈലിൽ ഇങ്ങനെ നോക്കിയിട്ട് ആസ്വദിക്കുന്നതിനാണ് അല്ലേ എന്ന് പറഞ്ഞ മറ്റൊരു നരക ജീവിതത്തിലാണ് നമ്മളുള്ളത്. ഈ നരകം എന്തിനാ? നാട്ടിലുള്ള നമ്മുടെ കുടുംബത്തിന് സ്വർഗതുല്യമായി ജീവിക്കാൻ. മുമ്പൊരു സഹോദരൻ, ഞാൻ മുമ്പ് അബൂദാബിയിൽ ഇന്ന് മരണപ്പെട്ടു പോയി, അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ, ഹസ ബിൻ സുൽത്താൻ. മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു അതിഥിയായി ഞാനിവിടെ വരുമ്പോൾ അന്ന് താമസിക്കുന്ന റൂമിന്റെ താഴെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, കാസർകോട്ടുകാരൻ. അദ്ദേഹം ഇരുന്നിങ്ങനെ കരഞ്ഞിട്ട് ഒരു ദിവസം എന്റെ വന്ന് പറയാം, ഇന്നും എന്റെ മക്കൾക്ക് ടൂറ് പോവാൻ ഉസ്താദെ 1000 കൊടുക്കാത്തതിന്റെ പേരിൽ അവരെന്നെ താൻ എന്തിനാടോ ചത്തൂടെ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ് ഒരു പിതാവിന്റെ ഒരു വിലാപം. കാരണം അവിടെയുള്ളവർക്ക് ഇവിടെ പറയാം, ഞാൻ രാവിലെ ഒരു കുബൂസ് ഒരു ഓംലേറ്റ് ചുരുട്ടി കഴിച്ചാൽ പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ റൂമിൽ ചെല്ലുമ്പോൾ അവര് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ അങ്ങനെ ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നുണ്ട്. ഇന്നത്തെ ചിലപ്പോൾ ചിലപ്പോ ഇവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ ഇത് പറഞ്ഞാൽ മനസ്സിലാവൂല, ഉള്ളവര് ഉണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ, തിരിച്ചറിഞ്ഞ. അപ്പോ അത്ര കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടും ഇത് അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെതായ മനോഹാരിത മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ശപിക്കുവാണ് അവർ. ഒരു കല്യാണത്തിന് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ശപിക്കുവാണ്. ഉടനെ ചോദിക്കും, നിങ്ങളെ പെങ്ങളെ നമ്മളെ കല്യാണത്തിന് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുള്ളൂ. അതില്ലേ ഭാര്യ ചോദിക്കുന്ന ചോദ്യം അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ആനന്ദമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അപ്പൊ ഞാൻ പറയാണ്, നിങ്ങളെ അധ്വാനം അല്ലാഹു സ്വീകരിച്ചു എന്നതിന്റെ ഉത്തരവാണ് ആ ചോദ്യം, അല്ലെ? അവർക്ക് അള്ളാഹു നിങ്ങളുടെ അധ്വാനം കൊണ്ട് സ്വർഗം കൊടുത്തത് കൊണ്ടാണ് ഈ ചോദ്യം. മറിച്ച് അവരവിടെ നിങ്ങൾ ഈ കഷ്ടപ്പെടുന്ന പോലെ രാവിലെ ഒരു ഉറട്ടയും കടിച്ച് ഒരപ്പം കടിച്ചിട്ട് വൈകുന്നേരം കഴിക്കുന്ന കഷ്ടപ്പാട് അവർക്കുണ്ടെങ്കിൽ അവർ ചോദിക്കൂല.
മറിച്ച് നിങ്ങളുടെ അധ്വാനം കൊണ്ട് അള്ളാഹു നിങ്ങളുടെ ഉദ്ദേശം കബൂലാക്കി നിങ്ങളെ ഉദ്ദേശം പൂർത്തീകരിച്ച് അവരവിടെ സ്വർഗ ജീവിതം നയിക്കുന്നത് കൊണ്ടാണ് അവർ ഈ ചോദ്യം നിങ്ങളോട് ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് വേണം? ക്ഷമയോടെ കാത്തിരിക്കുമ്പോ എപ്പോഴും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു തമ്പുരാൻ തന്ന മുത്തു ഹബീബ് പഠിപ്പിച്ച ഏറ്റവും വലിയ അത്ഭുതം പരിശുദ്ധ റമദാനിൽ പോലും അസ്സബറു ജസാഉഹുൽ ജന്ന എന്ന് പഠിപ്പിച്ച ക്ഷമ എന്ന് പറയുന്ന അത്ഭുതമായ മുത്ത് അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയിക്കാൻ ഭാഗ്യം തരട്ടെ, വിജയിക്കാൻ ഭാഗ്യം തരട്ടെ. ഞാൻ കൂടുതലൊന്നും പറയണില്ല. അതുകൊണ്ട് മരിക്കുമ്പോ എപ്പോ മരിക്കേണ്ടി വന്നാലും ആണുങ്ങളെ പോലെ അന്തസ്സായി മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഇപ്പൊ നമ്മുടെ പ്രസിഡന്റ് സമാധാനിയായ ബഹുമാനപ്പെട്ട KP അബൂബക്കർ ഹസ്രത്ത് അള്ളാഹു ആഫിയത്തുൽ ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്തുൽ ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇന്ന് ലോകത്ത് നമ്മൾ നോക്കിക്കേ, അഭിമാനത്തോടെ എവിടെ പോയാലും ഏത് പ്രസ്ഥാനത്തിന്റെ മുന്നിലും പറയാൻ പറ്റണ ഏറ്റവും ലാളിത്യമുള്ള, ഏറ്റവും താഴ്മയുള്ള, കണ്ടാൽ നല്ല അഴകുള്ള ഒരു നേതാവുണ്ടെങ്കിൽ ഇന്ന് ദക്ഷിണയ്ക്ക് അള്ളാഹു തന്നിരിക്കുകയാണ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. തൊട്ട് മുമ്പിരുന്ന മഹാനായ ചേലക്കുളം ഉസ്താദ് അതിനോട്ട് വലിയ ബന്ധമുള്ള മഹാനുഭാവരാ. അവർ വഫാത്തിന്റെ വേളയിൽ നമ്മൾ അത് മനസ്സിലാക്കിയാണ് ഇനി പ്രവർത്തനം മുന്നോട്ട് പോകും. വഫാത്തിന്റെ വേളയിൽ അവിടുന്ന് തലേ ദിവസം മൂസ ഉസ്താദിന്റെ മകൻ മുഹമ്മദ് കാണാൻ പോകുമ്പോൾ മുഹമ്മദിനോട് ചോദിച്ചു അത്രേ, നിന്റെ വാപ്പ മരണപ്പെടുന്നതിന് മുമ്പ് സുഖയില്ലാടൊക്കെ മോനെ നിസ്കാരമൊക്കെ എങ്ങനെയായിരുന്നു? അപ്പൊ ഇങ്ങനെ പറയും, വാപ്പാരെ കോലങ്ങളൊക്കെ പറയും. എന്നിട്ട് അന്ന് രാത്രി ആ ജനലെല്ലാം ഇങ്ങനെ തുറന്നിട്ടിട്ട് മൂസ ഉസ്താദിനോട് സലാം പറഞ്ഞു ഉത്തരം. മൂസ ഉസ്താദിന് 3 പ്രാവശ്യം സലാം പറഞ്ഞു തയ്യാറാവാണ്. അള്ളാഹു തമ്പുരാൻ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളെ സ്വീകരിക്കാൻ തിരക്കുമ്പോൾ അവർ നേരത്തെ അറിഞ്ഞ് തയ്യാറാവുകയാണ്. പിറ്റേ ദിവസം വരുമ്പോ നമ്മുടെ ജമിയത്തിന്റെ സെക്രട്ടറി CA മൂസ ഉസ്താദ് അടക്കമുള്ള ശിഷ്യന്മാരുടെ ഒരു ശൃംഖല തന്നെ അവിടെയുണ്ട്. അവരുടെ ബുർദ പാടാൻ പറയാം. ബുർദ അള്ളാഹുവിന്റെ റസൂലിന്റെ ലോക പ്രശസ്തമായ ബുർദ ഓതാൻ പറയാം. ആ ബുർദ പാടി അതിന്റെ ഇടയ്ക്കുള്ള തെറ്റ് വിശാലമാണ് കുത്തിരിക്ക് പറയാം. തെറ്റും തിരുത്തി കൊടുത്ത് മൂസ ഉസ്താദിനെ പോലുള്ള നല്ല ഇന്ന് തെക്കൻ കാലത്ത് അറിയപ്പെടാവുന്ന CA ഉസ്താദിനെ പോലെ ഒരാൾക്ക് ബുർദയുടെ ഇബാറത്ത് തിരുത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ വഫാത്തിന്റെ സമയത്തിലെത്തുന്ന മനുഷ്യന്റെ ബോധം എത്ര ഉണ്ടെന്ന് നോക്കണം. ആ പാണ്ഡിത്യത്തിന്റെ അഴക് ആ മഹാനുഭാവ തിരുത്തി കൊടുത്തിട്ട് പെൺമക്കളെ വിളിക്കാൻ, പെൺമക്കളോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ച് കുറച്ച് കഴിയുമ്പോ പുറത്തിരിക്കുന്ന ഉസ്താദുമാർ കേൾക്കുകയാണ് മാഷാ അല്ലാഹ് എന്നൊരു വിളി, ആശ്ചര്യത്തിന്റെ വിളി. മാഷാ അല്ലാഹ് 3 പ്രാവശ്യമാണ് ചേലക്കുളം ഉസ്താദ് ഉറക്കെ, സാധാ വിളിയല്ല, ഉറക്കെ. ഈ വിളി കേട്ടിട്ട് പുറത്തിരുന്ന ഉസ്താദുമാരെല്ലാം ഓടി അകത്ത് കയറുന്നു. പെൺമക്കൾ അവിടെ നിന്ന് പുറത്തിറങ്ങി ഓടുന്നു. ഇവരെവിടെ ഇരിക്കുമ്പോ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് എന്ന് 3 വട്ടം പറഞ്ഞു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് 3 വട്ടം ഉറക്കെ പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ 3 വട്ടം ഉച്ചരിച്ചുകൊണ്ട് പിന്നെ ഒരനക്കവുമില്ലാതെ റബ്ബിലേക്ക് വിട പറഞ്ഞ നേതാക്കളുടെ അനുഗ്രഹീതമായ പ്രസ്ഥാനമാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ. ചേലക്കുളം ഉസ്താദിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും നമ്മളിങ്ങനെ കൂടെ ഇരുന്നാൽ തന്നെ അറിയണ കാര്യം, എപ്പോഴും അവിടെ നിന്ന് പതിവാക്കുന്ന ഒരു സംഗതി ഹൗക്കല എന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അല്ലാഹുവിന്റെ റസൂൽ ഹൗക്കലയെ കുറിച്ച് പറഞ്ഞത് കൻസും മിൻ ഗുനൂസിൽ ജന്ന എന്ന് പറഞ്ഞു, സ്വർഗത്തിന്റെ ഒരു നിധി എന്ന ആരംഭ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. അപ്പോ അത് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ മനസ്സിലാവണേ? നമ്മളൊക്കെ അള്ളാഹുവെ മരിക്കണേന് മുമ്പ് മുത്തു ഹബീബിന്റെ മുഖം കണ്ട് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യും. അള്ളാഹു ഭാഗ്യം തരട്ടെ. എന്തോ കാഴക്കുളം എന്തിനാ മാഷാ അല്ലാഹ് പറഞ്ഞേ? ഒരു അത്ഭുതം കണ്ടുകൊണ്ട് ആശ്ചര്യത്തിന്റെ വിളി എന്തിനാ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞേ ഉറക്കെ ഉച്ചത്തിൽ? മഹാനുഭാവയുടെ ജീവിതത്തിൽ അല്ലാഹു തമ്പുരാൻ കൊടുത്ത് അങ്ങനെയുണ്ടല്ലോ, ചില ഹദീസിൽ കാണാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉച്ചരിച്ചതാകാം ചിലപ്പോ അവന്റെ അവസാന വാക്ക്. അല്ലാഹു നമുക്ക് കലിമത്ത് തൗഹീദ് ഉച്ചരിക്കാൻ ഭാഗ്യം തരട്ടെ, ഭാഗ്യം തരട്ടെ. ആമീൻ പറയുമ്പോൾ ആശയുണ്ടല്ലോ, പക്ഷെ ജീവിതത്തിൽ കൂടുതൽ വാക്ക് അതായി മാറണം. അല്ലാഹു ഭാഗ്യം തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ.
മഹാനുഭാവൻ എപ്പോഴും ചൊല്ലുന്ന ലാ ഹൗല വലാ ഖുവ. അപ്പൊ അള്ളാഹു കൻസ് നിധിയാണെന്ന് പറഞ്ഞ കണ്ണഞ്ചിക്കുന്ന ആ നിധിയുടെ ലാഹയുടെ തിളക്കം സ്വർഗത്തിന്റെ ഓരത്തുള്ളത് മഹാനുഭാവന് അള്ളാഹു ആസ്വദിച്ച ജീവിതത്തിൽ ആശിച്ചു ചൊല്ലിയ മഹാനുഭാവൻ അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ടാകും. അത് കണ്ടിട്ടാണ് അവിടെ നിന്ന് നിലവിളിച്ചത് മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ് നിലവിളിച്ചത്. തൊട്ടടുത്ത് പറയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഉറക്കെ 3 വട്ടം, അത് 3 വട്ടം. എന്നിട്ടാ ആ നിധി കണ്ട ആശ്ചര്യത്തോടെ നിലവിളിച്ചിട്ട് തൊട്ടടുത്തൊരു പക്ഷേ ആ സ്വർഗത്തിന്റെ നിധികളിൽ എഴുതപ്പെട്ടത് വായിച്ചതാകാം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. അല്ലാഹു നമുക്കും ഭാഗ്യം തരട്ടെ. കലിമ പറഞ്ഞങ്ങ് മരിക്കുക. ഇതുപോലെ മരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സുന്ദരമായ ഒരു റൂട്ടിലാണ് നമ്മൾ എന്നുള്ളത്. ഇപ്പോ DKICC-യിലൊക്കെ അംഗമാകാത്തവരുണ്ടെങ്കിൽ അവരെ ഭാഗത്തൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെയും ഇതുള്ളതിനോട് കൂടി ഒരുപാട് സംഘടന പ്രവർത്തിക്കുന്നവരാകാം. ഇവിടെ ഒരുപാട് ക്ഷേമപ്രവർത്തനം നടത്തുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ മദ്രസയ്ക്കൊക്കെ ഇൻഷാ അല്ലാഹ് തീരുമാനം ഉണ്ടാവും. അള്ളാഹു തരട്ടെ. നല്ല ഷാനയുടെ ഒരു മദ്രസ ഉണ്ടാവും. നമുക്ക് തന്നെ ദിറായ എന്ന് പറയണ നല്ല ഒരു പ്രീ സ്കൂളിന്റെ മോഡൽ സിലബസ് ഉണ്ട്. അത് തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇൻഷാ അല്ലാഹ് ആക്കിയെടുക്കാം. അള്ളാഹു അതിന് ഭാഗ്യം തരട്ടെ. അടുത്ത വർഷം മുതൽ, ഈ വർഷം മുതൽ തന്നെ അത് നിലവിൽ വരുവാണ്. അപ്പൊ എന്തായാലും അടുത്ത വർഷം മുതൽ ഇവിടെ കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോ ഏതിൽ പ്രവർത്തിച്ചാലും നമ്മുടെ DKICC തെക്കൻ കേരളത്തിന്റെ അഭിമാനമായി എല്ലാവർക്കും കടന്നു വരാനും എല്ലാവർക്കും പ്രവർത്തിക്കുവാനും ഈ ഇരിക്കുന്നവർ ആദ്യത്തെ ആളുകളാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇനി ഇതിന്റെ പ്രവർത്തനം എത്ര നേരത്തെ പറഞ്ഞല്ലോ KMCC-യുടെ ആസ്തികൾ, അതുപോലെ നമ്മൾ ആരെയും കണ്ടുവളരല്ല. ഉദാഹരണം പറയാം, നമുക്കൊരു ആവേശം കിട്ടാൻ വേണ്ടിയിട്ട്. അള്ളാഹു അവരെയും വളർത്തട്ടെ, നമുക്കും വളരാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അത്തരം ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പ്രവർത്തനം നടക്കും. പക്ഷെ അതിന്റെ ആദ്യ ഘട്ടത്തിൽ ചിലപ്പോൾ ഇതിനേക്കാളും വളരെ മോശമായിരിക്കാം. മാസങ്ങളല്ല, കൊല്ലങ്ങൾ 3, 4, 5 ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് കൂടാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിരുന്ന ചരിത്രങ്ങൾ അതിന്റെ മഹാന്മാരായ ഉസ്താദന്മാരെ പറഞ്ഞ് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പാടുപെട്ടത്. പക്ഷെ ഇന്ന് തുടക്കത്തിലെ ഇത്രയും വലിയ നല്ല ഒരു സദസ്സ് ഒരുപക്ഷെ ആയിരങ്ങൾക്ക് സമമായത് അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അപ്പൊ നമ്മളൊക്കെയും പ്രവർത്തിച്ച് ഉഷാറാവണം. നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതലേ ചെല്ലുന്നൊരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലേ അല്ലേ? എത്ര അക്ഷരം ഉണ്ട് തന്നെ നോക്കിയിട്ടുണ്ടോ? ഇന്നുവരെ ഉണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു കലിമത്തിൽ എത്ര അക്ഷരം ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ടോ? ഇല്ല, 12 അക്ഷരങ്ങളാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിൽ എത്ര അക്ഷരമുള്ള? 12 ഉള്ളത്. 12 24. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് നല്ല ഒരു തീരുമാനത്തിലാണ് ഉള്ളത്. അല്ലാഹു ഈ രാത്രിയിൽ ബറക്കത്ത് ചെയ്യട്ടെ. നമ്മളിലുള്ള ജോലിയിലും ജീവിതത്തിലും വീട്ടിലും നാട്ടിലും ഒക്കെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറാൻ അല്ലാഹു ഈ സദസ്സ് അതിനൊരു കാരണമാക്കി സ്വീകരിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ഇന്ന് മുതൽ പോയി കിടക്കുമ്പോൾ ഒരു വട്ടം ആരംഭ റസൂലുള്ളാഹി മുത്തനബി പഠിപ്പിക്കുകയാണ്. ഒരു വട്ടം ചൊല്ലിയാൽ അതിന്റെ അക്ഷരങ്ങൾ 24 ഞാൻ റാസിദങ്ങൾ പറയാ. ആ 24 മണിക്കൂറും ചെയ്ത പാപങ്ങൾ പൊറുക്കാൻ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മതിയാകുന്നതാണ്. അള്ളാഹു നമുക്ക് ഉൾക്കൊള്ളാൻ ഭാഗ്യം തരട്ടെ. ഇനി പ്രവാസികൾക്ക് ജോലിയിലായാലും മറ്റു ബുദ്ധിമുട്ടുകളായാലും എല്ലാം മാറി നല്ലൊരു കൂട്ടായ്മയാകാൻ നമ്മുടെ ഈ DKICC ഇൻഷാ അല്ലാഹ് ഒരു മജ്‌ലിസായി നിങ്ങൾക്ക് മാറാൻ തയ്യാറുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എല്ലായിടത്തും വേണ്ട, ഒരിടത്ത് തന്നെ വേണ്ട, പല ഭാഗത്ത് ഷാർജയിലുള്ളത് അവിടെ ആയിക്കോട്ടെ, ഒരു വീട്ടിലെങ്കിലും മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഒരുമിച്ച് കൂടിയിട്ട് ഞാൻ 3 ദിക്ർ തരാം ഇൻഷാ അല്ലാഹ്. കുറേശ്ശെ നമുക്ക് കൂടി 10 പേര് കൂടുന്ന സ്ഥലത്ത് അങ്ങനെ വീട്ടുകാരും കൂടി അങ്ങനെ അതിന്റെ ഒരു സമാഹരണം എഴുതി വെച്ചൊക്കെ തുടങ്ങി നമുക്ക് അടുത്ത വർഷം വമ്പിച്ച ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ വലിയ ഹൈറായിരിക്കും. ജീവിതത്തിൽ കടം വരാതിരിക്കാൻ, ജീവിതത്തിലുള്ള വിഷമങ്ങൾ മാറാൻ, പ്രതിസന്ധികൾ മാറാൻ, പ്രകൃതിക്ഷോഭം പോലെ കടന്നു വരാതിരിക്കാൻ. മെനഞ്ഞാന്ന് ഞാൻ അബുദാബിയിൽ നിന്ന് വന്നിട്ട് രാത്രി ചായ കുടിക്കാൻ വേണ്ടി ഒരു കടലിൽ കയറുമ്പോൾ മലയാളിയായ കൊല്ലക്കാരനായ ഒരു റിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് എൻ്റെ ഡ്രൈവർ അവനോട് കഴിച്ചോട് പറയാണ്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി, എൻ്റെ വണ്ടിയാണെങ്കിൽ പിന്നെ വെള്ളത്തിൽ മുങ്ങി അത് പോയി, ഞാൻ മനഃപൂർവ്വം ചെയ്തെന്ന് വിചാരിച്ച് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. 3 ദിവസമായി ഞാൻ ഭക്ഷണം കഴിക്കണില്ല, എനിക്ക് എന്തെങ്കിലും ജോലി വാങ്ങിച്ചു തരണോ, ഇപ്പൊ കഴിക്കാനൊരു ഭക്ഷണം വേണം. അപ്പൊ ഞാൻ പറഞ്ഞ പൈസ കുറയാന്ന് പറഞ്ഞു. പൈസ കൊടുത്തപ്പോൾ എനിക്ക് പൈസ വേണ്ട.
പൈസക്കുള്ള തട്ടിപ്പാണെങ്കിൽ വാങ്ങിച്ചനെ, പൈസ വേണ്ട, എനിക്കൊരു ഭക്ഷണം വാങ്ങിച്ചെന്നാൽ മതി. തൊട്ടടുത്ത ഹോട്ടലിൽ കൊടുത്തു, ഭക്ഷണം വാങ്ങിച്ചു, ബിരിയാണി വാങ്ങിച്ചു വെച്ചു. എന്തൊരു ആർത്തിയോടെ ആ മനുഷ്യൻ കഴിച്ച 3 ദിവസം. ഇപ്പോൾ അവസ്ഥ, ഇന്നിന്റെ അവസ്ഥ ഞാൻ പറയണം. ഇപ്പൊ ഈ ഷാർജ പെടുന്ന ഒരു ദുരവസ്ഥ. നമ്മുടെ മുന്നിലോട്ട് പലരും വരുന്നില്ലെങ്കിലും പലരും, ചിലപ്പോൾ നമ്മുടെ നാട്ടിലും വീടുള്ളവരുണ്ട്, ജീവിക്കാൻ എല്ലാം ഉണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഒരുപാട് വേദനിച്ചുകൊണ്ട് ഈ വീട് വിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ, ജീവിക്കാൻ നിർവാഹമില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് തിരിച്ചറിയാനാണ്. എന്തിനാണ് DKICC എന്ന് ചോദിച്ചാൽ അത് തിരിച്ചറിയാനും അതിന് പരിഹാരം കാണാനുമാണ് നമ്മളുള്ളത്. ഓരോരുത്തരും അങ്ങനെ ഉണ്ടല്ലോ, നമ്മളിപ്പോ നേരത്തെ ഒരു കഥ പറഞ്ഞ എന്തിനാ, അത് അവർ ചെയ്തോളും. പ്രസിഡന്റ് അല്ല, ഉഷാ ഉസ്താദ് വരട്ടെ, അല്ലെങ്കിൽ സിദ്ദീഖ് ഉസ്താദ് വരട്ടെ, അങ്ങനെയല്ല. ഞാൻ നേരത്തെ ചെയ്യുന്ന ചിലപ്പോൾ ഇന്നത്തെ കടി ഞാൻ വാങ്ങിക്കേണ്ടി വരണമെങ്കിലും ചായം കടിവേ, അങ്ങനെയൊക്കെയുള്ള ചിന്ത ഇന്ന് മാറി നിന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ആദ്യം പോയി ആദ്യത്തെ പ്രതിഫലം എനിക്ക് ഇന്ന് നിങ്ങൾ പ്രവർത്തിക്കുമ്പോ ബദരീങ്ങള് ശുഹദാക്കള്, ബദരീങ്ങൾക്ക് ശുഹദാ എന്ന് കൊടുത്ത പദവിയെക്കാളും മുസ്ലിങ്ങൾക്ക് ഒരു പദവിയുമില്ല. അള്ളാഹ് അന്ന് കൊടുത്ത എന്തിനാ? ആദ്യത്തെ പോരാളികൾ. അള്ളാഹ്ക്ക് എന്തേ ഈ ബദർ യുദ്ധം നടത്താതെ പടച്ച തമ്പുരാന് മറ്റുള്ള മാർഗം എല്ലാവരുടെ മനസ്സിലും തീരിട്ട് കൊടുത്ത് വളർത്താൻ പടച്ചോന് കഴിയില്ലേ? എന്തെല്ലാം പടച്ചോന് കഴിയും, എന്തെല്ലാം. ഈ ബദർ യുദ്ധം തന്നെ നടത്തിയത് എന്തിനാ? അള്ളാഹുവിന്റെ റസൂലിനെ ആദ്യ കാലഘട്ടത്തിൽ വേദനിച്ചു കൊണ്ട് ചേർത്ത് പിടിക്കുമ്പോ, ഭാര്യ വിട്ട് ഉമ്മാനെ വിട്ട് എല്ലാരെയും വിട്ട് ചേർത്ത് പിടിക്കുമ്പോ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സമുന്നതമായ പദവി ആ ബദർ യുദ്ധത്തിലൂടെ അള്ളാഹു അവർക്ക് സമ്മാനമായി കൊടുത്തത്. അങ്ങനെ ഒരു തിരിച്ചു വായന കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അപ്പോ നമ്മളും ആ പാതയിലാവുക. ബദരീങ്ങളെ പോലെ നാളെയുടെ DKICC വരുമ്പോ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടക്കക്കാരാണ്. പിച്ച വെച്ചതിൽ നമ്മൾ ചവിട്ടി മടന്ന മണ്ണിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് വരട്ടെ. ഈ പ്രവർത്തനത്തിലൂടെ അല്ലാഹു നമുക്കുള്ള എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന് പറഞ്ഞേ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദുൽ അമീൻ. ഈ 2 ദിക്റും ഒരു അസ്തഗ്ഫിറുള്ള 11, പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം എന്ന സ്വലാത്ത് ഒരു 21 വട്ടവും കൂട്ടിച്ചേർത്ത് ഇൻഷാ അല്ലാഹ്. ഇനി ഒരിടത്തും പോകാൻ പറ്റില്ല, നമ്മളെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഉമ്മാരെ മക്കളെയൊക്കെ മാസത്തിൽ ഒരു ദിവസം അത് നടക്കണം. നമ്മളിപ്പോ തീരുമാനിച്ചു പോയാൽ നടക്കും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നിങ്ങൾ കമ്മിറ്റി കൂടുമ്പോ അതിന് രൂപമൊക്കെ ഉണ്ടാക്കി എടുത്തില്ലേ സാറേ? ഇൻഷാ അല്ലാഹ് അങ്ങനെ രൂപമൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഇൻഷാ അല്ലാഹ് അതിനെ ഉഷാറാക്കി കൊണ്ടുവരാൻ എല്ലാവിധ സഹായവും സഹകരണമൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. എന്നാൽ കഴിയുന്നവരും ഇനിയിപ്പോ ചിലപ്പോ അടുത്ത മാസത്തിന്റെ 14 കഴിഞ്ഞുള്ള മാസത്തിന്റെ ലാസ്റ്റ് ഞാൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പോഴൊക്കെ നമ്മളെ പരിചയമുള്ളവരൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കൂടാം. അപ്പോൾ ഒരു മജ്ലിസുമാക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ.